എൻ്റെ കൂടെയുള്ള ഒരു ഥാറാണ്, ലേറ്റസ്റ്റ് ഥാറാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഥാർ റീഡിഫൈൻഡ്. അപ്പോൾ ഈ വണ്ടിനകത്ത് വന്ന മാറ്റങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്ന മുമ്പ് ഇന്ന് ഈ ഒരു ഡ്രൈവിന് പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇഗത്പുരിയിലെ മഹീന്ദ്ര അഡ്വഞ്ചറിലാണ്. ഇവിടെയാണ് ഓരോരോ ഥാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും. സോ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര രസകരമായിരിക്കും. നമ്മൾ ഈ വണ്ടിനകത്ത് വന്ന മാറ്റങ്ങൾ ഇൻ ടേംസ് ഓഫ് ടെക്നിക്കാലിറ്റി അതുപോലെ തന്നെ മെക്കാനിക്കലി എല്ലാം നോക്കും. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മാക്സിമം കേപ്പബിലിറ്റീസും ചെക്ക് ചെയ്യും. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഥാർ ഇതിന് മുമ്പത്തെ ഥാർ പോലെ തോന്നിയെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് രണ്ട് വലിയ മാറ്റങ്ങളുണ്ട്. ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ബമ്പേഴ്സിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കാണാൻ സാധിക്കും. ഒരു ബ്ലാക്കും അതുപോലെ സിൽവറിൻ്റെ കോമ്പിനേഷൻ്റെ. അതുപോലെ ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ പാറ്റേണിലെ വ്യത്യാസമല്ല, പക്ഷേ ഇതിന് മുമ്പത്തെ ഥാറിൻ്റെ അകത്ത് ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി അത് ബോഡി കളർഡ് ആക്കിയിട്ടുണ്ട്. ഈ കളറിനും പ്രത്യേകത ഉണ്ട്, കുറച്ചും കൂടി ബ്രൈറ്റ് ആൻഡ് റെഡ് ആണ്. സോ ഇതാണ് ഇനീഷ്യലി വന്ന മാറ്റം. സോ നമുക്ക് ഓഫ് റോഡും അതുപോലെ ഇതിൻ്റെ ഓരോരോ മാറ്റങ്ങളും ഒന്നൊന്നായിട്ട് ചെക്ക് ചെയ്യാം. സോ മഹീന്ദ്ര വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഥാറൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ച് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് വേണം. സോ അതിനുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സംഭവം. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യലി ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും എങ്ങനെ വൃത്തിക്ക് ഓഫ് റോഡ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് ആ ഒരു പ്രോപ്പർ ഓഫ് റോഡിങ്ങിൽ ഈ ഒരു പുതിയൊരു വാഹനം എങ്ങനെ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്ലോപ്പാണ്. ഈ സ്ലോപ്പിലൂടെ നമ്മൾ ഈ വാഹനത്തിൻ്റെ കൂടി കിടത്തിക്കൊണ്ടും അതിനുശേഷം അവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ആർട്ടിക്കുലേഷൻസും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കാം. കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വണ്ടി അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രത്യേകിച്ച് ഈ ഒരു വണ്ടി അപ്ഡേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഈ പഴയ ധാരണ വെക്കണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഞാൻ കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഇതിൻ്റെ വേർഡിക്കിൽ പറയാം. സോ ആദ്യം ഈ ഒരു ഹഡിൽ എന്ന് പറയാനല്ലേ ഈ വണ്ടിക്ക്, എന്നാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ ഫസ്റ്റ് സംഭവത്തിലൂടെ കിടന്നു പോകാം. സോ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, റീസൺ വേറെ ഒന്നുമില്ല, കാരണം വെച്ചാൽ അത്ര വലിയൊരു സിറ്റുവേഷൻ അല്ല, ആക്ച്വലി ഓഫ് റോഡ് സിറ്റുവേഷൻ ആണ്. സോ നമ്മൾ ആദ്യം തന്നെ വണ്ടീനെ ചരിക്കുന്നു. ആക്ച്വലി മഹീന്ദ്ര അവിടെ ഭയങ്കര ഫ്രീഡം നൽകിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നോർമലി ഇങ്ങനെ അല്ലാണ്ട് അവർ ഇൻസ്ട്രക്ടർ അവിടെ വന്നിട്ട് നമ്മൾ പറയും ഇത് ചെയ്യരുത് അത് ചെയ്യരുത്. ഇപ്പോൾ ഇതൊരു കുഴിയാണ്. ഞാൻ ആക്ച്വലി ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകുന്നുണ്ട്. ഇനി അടുത്ത ഈ ഒരു കേർവിലൊരു സംഭവമുണ്ട്, അതിൻ്റെ ആ ഒരു ഫ്രണ്ട് വീലൊക്കെ കംപ്ലീറ്റ്ലി പൊങ്ങും. ആ സമയത്താണ് നമുക്ക് ഈ വാഹനത്തിനുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ മറിയില്ല അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ളൊക്കെ സംഭവം ഇവിടെ എത്തുക. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന് ഫസ്റ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ നിർത്താം. എന്നിട്ട് ഈ കാണുന്ന ചളിയില്ലേ, ഈ കാണുന്ന ചളി കൂടിയാണ് എനിക്കത് കൊണ്ടുപോകേണ്ടത്. ഞാൻ റിവേഴ്സ് ഇട്ടു. അപ്പോൾ പുറത്തുള്ള വീഡിയോ ഉണ്ട്, ഞാൻ വണ്ടിയുടെ അകത്ത് എന്ത് സംഭവിക്കുന്നില്ല കാണിച്ചു തരാം. ക്യാമറമാൻ പോലെ. സോ ഞാൻ ഭയങ്കര കൂളായിട്ടാണ് ഓടിക്കുന്നത്. ഞാൻ ഇതിന് മാക്സിമം അടുപ്പിക്കുക. സോ കണ്ടോ, അപ്പോൾ നമുക്ക് തോന്നുന്നു വണ്ടി മറിഞ്ഞു എന്നുള്ളത്. എന്നിട്ട് ഇവിടുന്ന് കണ്ടോ. സോ ഫസ്റ്റ് ഹഡിൽ നമ്മൾ അതിഗംഭീരമായിട്ട് ക്രോസ് ചെയ്തു. ഇതുപോലെ രസകരമായിട്ടുള്ള കുറേ ഹഡിൽസ് ഉണ്ട്. ഉറപ്പായിട്ടും ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വാങ്ങാൻ തോന്നും, ഞാൻ ഗ്യാരണ്ടി. സോ ഇനി നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആർട്ടിക്കുലേഷനിലാണ്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് നോർമലി ഉണ്ടാക്കിയ ട്രാക്കല്ല ഇത്, നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു പോലത്തെ ഫീലാണ്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താ എനിക്ക് മനസ്സിലാവുന്നത് വെച്ചാൽ നമുക്ക് അകത്ത് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിളി ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലത്തെ സുഖം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കുറച്ചുകൂടി നെഗറ്റീവ് ഇൻക്ലിൻ ഉള്ളത്. യെസ്, അപ്പോൾ ഇവിടെ വണ്ടിയുടെ ആ ഒരു ടയറിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി പോവും. യെസ് കണ്ടോ. പക്ഷേ എന്നാലും വണ്ടി കയ്യിൽ നിന്ന് പോകുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ താഴ്ന്നിട്ടാണ്, എന്നാലും എനിക്ക് എൻ്റെ മുഖത്തോ അവനൊന്നും നമ്മൾ വലിയ ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുന്നൊരു ഫീൽ തന്നെ ഇല്ല. സോ ഓൾ ക്രെഡിറ്റ് ടു ഥാർ. ആൻഡ് ഇവിടെ അതെ, ഇത് ആക്ച്വലി രസകരമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. അത് ദിസ് റെയിൽവേ ട്രാക്ക്. സോ വൺ ഡിപ്പ് വൺ ദാറ്റ് റൈറ്റ്. സോ ദ കാർ വിൽ ലൈക്ക് ഗോ ലൈക്ക് ദിസ്. ഓക്കെ, സോ ഈ ഒരു ഭാഗത്ത് താഴ്ന്ന വണ്ടി അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. യെസ്, ഇതേ ഭാഗത്ത് ആ സൈഡ് താഴുമ്പോൾ ഞാൻ എന്താ, യെസ് അടി തട്ടുന്നില്ല. റോൾ ഓവർ ആംഗിൾ അത്രയും പെർഫെക്റ്റ് ആണ്. ആക്ച്വലി ഭയങ്കര രസമാണ് കേട്ടോ ഇത് വണ്ടി ഓടിക്കാനായിട്ട്. കണ്ടോ, ഒന്നും അറിയുന്നില്ല. സോ ഥാർ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഗുണകരമായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് മാറ്റേണ്ട തോന്നിയ ഒരു കാര്യമാണ് വെച്ചാൽ നമുക്ക് ഈ തേർഡ് റോ ആക്സസിബിലിറ്റിയുടെ ഇപ്പോഴും കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം വെച്ചാൽ ആശീഷ് നമ്മുടെ ഇൻസ്ട്രക്ടറാണ്. ആശീഷിന് ഓരോരോ ഒബ്സ്റ്റക്കിൾ എത്തുമ്പോൾ താഴെ ഇറങ്ങി ഓടിപ്പോകണം. അപ്പോൾ അതിന് ആ ഒരു എന്താ പറയുക ഫ്ലോ ഇല്ലേ, അതിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് കാണിക്കാമായിരുന്നു. കാരണം വെച്ചാൽ ഇതിനെ കുറച്ചും കൂടി വേറെ രീതിക്കൊക്കെ സെറ്റാക്കായിരുന്നു. സോ അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാഗത്തു നിന്നൊരു എന്താ പറയുക ഒരു 3 ഡോറാണ് എനിക്കറിയാൻ പറ്റും. അതിനകത്ത് 3 ഡോറേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മെക്കാനിസം വരുത്തിയിട്ട് കുറച്ച് മുകളിലേക്ക് പോകുന്ന ടൈപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമായിരുന്നു. എനിവേ ഗുഡ് ജോബ്. സോ ആശീഷ് ഇതുപോലെ തന്നെയാണ് അന്നും ഥാറിന് ഇതുപോലെ ഇറങ്ങിയായിരുന്നു, ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് ഇറങ്ങുന്നത്. സോ നമ്മളിവിടെ ഈ ഒരു ഇറക്കം ഇറങ്ങിയിട്ട്
ആ യെസ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ആക്ച്വലി റെയിൽവേ ട്രാക്ക് പറയാനുള്ള കേസ് എന്ന് വെച്ചാൽ അവിടെ ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഈ വണ്ടീനെ ഇങ്ങനെ ഇതിലൂടെ ഇറക്കി. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലി താർ റോക്സിൻ്റെ അകത്തുള്ളത് പവർ സ്റ്റിയറിംഗ് ആണ്. പക്ഷേ സീരിയസ്ലി ഐ ഫീൽ ദാറ്റ് കി ദിസ് കാസ് ഈ താർ റോക്സിൻ്റെ അല്ലാതെ ഈ താറിൻ്റെ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആക്ച്വലി അടിപൊളിയാണ്. ഇനി എനിക്ക് ആക്ച്വലി ഇതാ ഇങ്ങോട്ട് തിരിയണം. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ആൻഡ് കണ്ടോ ഇപ്പോൾ വണ്ടി സൈഡിൽ ഇങ്ങനെ ചെറിയുണ്ട്, പക്ഷേ ഒരു കുഴപ്പമില്ല. അതെന്നെ എനിക്കിവിടെ നിർത്താനും സാധിക്കും. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സോ വീണ്ടും പറയാനുള്ളത് എന്താ വെച്ചാൽ വണ്ടിനകത്ത് സ്റ്റിയറിംഗിനകത്ത് മാറ്റമൊന്നുമില്ല. സ്റ്റിയറിംഗ് സ്റ്റിൽ ഇറ്റ് ഹാസ് ദിസ് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ്. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് താറിൻ്റെ റോക്സിനകത്ത് വരുന്ന സ്റ്റിയറിംഗ് ആണോ ഇഷ്ടം, ലൈക്ക് പവർ സ്റ്റിയറിംഗിൽ ഈ സ്റ്റിയറിംഗ് ആണോ ഇഷ്ടം, ആ സ്റ്റിയറിംഗ് ആണോ ഉള്ളത്. സോ ഇപ്പോൾ ഞാൻ ഈ താഴെ ഇറങ്ങി വന്ന സംഭവം തന്നെ ഞാൻ മുകളിലേക്ക് കയറി കാണിച്ചാൽ എന്ത് സിമ്പിളായിട്ട് വണ്ടി കയറി പോകണം എന്നുള്ള കേട്ടോ. വാ, ഇത് ആക്ച്വലി ഫൺ ആട്ടോ, സീരിയസ്ലി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കുറേ മീഡിയ ഡ്രൈവ്സിന് പോകുമ്പോൾ ഇതുപോലത്തെ റിയലിസ്റ്റിക് ഡ്രൈവ്സിലാണ് ഫണ്ണ്. അപ്പോൾ താങ്ക്സ് ടു മഹീന്ദ്ര കണ്ടോ, ഭയങ്കര സിമ്പിളായിട്ട് ഇത് കയറി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ എത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നില്ല, പക്ഷേ നമ്മൾ ഓടിക്കുമ്പോൾ ഭയങ്കര എൻജോയ് ഉണ്ട്. സോ ആ ഒരു സെയിം സ്ഥലത്ത് തന്നെ ഈ വണ്ടി നമുക്ക് സുഖമായിട്ട് കയറ്റി ഇറക്കാൻ സാധിക്കും. ഇനി എനിക്ക് ആക്ച്വലി ഇവിടെ നിന്ന് തിരിക്കാം, പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ മുകളിൽ പോയിട്ട് തിരിച്ചു വരാം. ദാറ്റ് മേക്സ് മോർ സെൻസ്, കാരണം സമയം കളയാനല്ല. യെസ്, വാ. സോ യു ആർ ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദിസ് ഔട്ട്. യെസ്, സോ നമ്മളിതാ താഴേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഞാനൊരു ഓഫ് റോഡറൊന്നുമല്ല, പക്ഷേ ഈ ഒരു വണ്ടീനെ അത്രയും കംഫർട്ടിലാണ് ഓഫ് റോഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഡിബേറ്റ് എപ്പോഴും ഉണ്ട് ജിമ്നി വേഴ്സസ് താർ എന്നുള്ളത്. ബേസിക്കലി രണ്ടാണ്. നമ്മൾ നേരിട്ട് എന്തായാലും അതിനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദിസ് ഗിവ്സ് യു സോ മച്ച് ഓഫ് കോൺഫിഡൻസ്. വണ്ടി വലുതാണ്. ആൻഡ് ഐ എം ജസ്റ്റ് ഗോയിങ് ദിസ് സൈഡ്. കണ്ടോ, അതിഗംഭീരമായിട്ടാണ് ഈ വണ്ടി ഇറങ്ങിപ്പോണത്. നമ്മളൊന്നും അറിയുന്നില്ല. ഇനി താഴേക്ക് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് 360 ഡിഗ്രി ക്യാമറയാണ്. അതുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു, പ്രത്യേകിച്ച് നമുക്ക് ആ സൈഡൊക്കെ കാണാൻ. സ്ലോ ആയിട്ട് വരാനാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ കുറച്ച് സ്പീഡിലാക്കി. വേറെ ഒന്നുമില്ല, നമുക്ക് മനസ്സിലാക്കണല്ലോ ഈ വണ്ടി എന്തൊക്കെ കേപ്പബിലിറ്റിയുള്ള വണ്ടിയാണെന്നുള്ളത്. ഇനി ഇവിടെ വരുന്നു, നമ്മൾ നേരെ ഇതിനെ മുകളിലേക്ക് തിരിക്കുന്നു. യെസ്, കണ്ടോ, ഈ ഒരു തിരിവിലൊക്കെ സുഖമായി പോകുന്നു. ആൻഡ് ലെറ്റ്സ് ഗോ ഔട്ട് സൈഡ്. അപ്പോൾ ഈ വണ്ടിയുടെ ഫണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൽ കൂടി ഇറങ്ങി പോകുമ്പോൾ ഒരു താഴ്ചയുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നോർമലി നമ്മൾ ക്യാമറാമാനെ ഇറങ്ങിയിട്ട് അത് കൂടിയൊക്കെ പോകാൻ പറയും. ഈ വണ്ടി ഭയങ്കര രസമാണ്. സോ ഞാൻ അവനെ കൊണ്ട് ഇറക്കിയതിന് ശേഷം വീണ്ടും റിവേഴ്സ് അടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ആ സംഭവം ചെയ്ത് കാണിക്കാം. ഞാൻ പറഞ്ഞ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ആ ഒരു ഫൺ തന്നെയാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ ഇനി അടുത്ത എക്സ്ട്രീമിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ എക്സ്ട്രീം കാണുമ്പോഴാണ്, പക്ഷേ വണ്ടിക്ക് അങ്ങനെ വലിയ എക്സ്ട്രീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ കയറി ഇതൊരു ആക്ച്വലി ഒരു ടേൺ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഫുട്ടേജ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. യെസ്, അപ്പോൾ ഇന്നത്തെ ഡ്രൈവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ. സോ അതുകൊണ്ട് കുറച്ചുകൂടി മടി സ്ലഷി ആ ഒരു ഫീൽ ആയതിന് തന്നെ നമുക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലുണ്ട്. നമുക്ക് തോന്നുന്നത് ഇപ്പോൾ മറിഞ്ഞ് ഈ സൈഡിലേക്ക് ഇരിക്കുന്നത്, പക്ഷേ അങ്ങനത്തെ സംഭവം നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് എടുത്താൽ മതി, അധികം സ്പീഡ് ചെയ്യാതെ. യെസ്, ഈ ഒരു ഏരിയയിൽ സത്യം പറഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ വൺ മിസ്സിംഗ് ആണ്. കാരണം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് എടുക്കണം, പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എടുക്കേണ്ട അവസ്ഥ വരുന്നത്. സോ താർ ഉറപ്പായിട്ടും ഇതും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി നമ്മളിതിനെ ഇങ്ങോട്ടെടുത്ത് വാ, കണ്ടോ, ബാക്ക് ഇങ്ങനെ ടേണായി വന്ന് ദെൻ അഗെയിൻ കുറച്ച് സ്പീഡ്, ശരിക്കും പറഞ്ഞാൽ സ്പീഡ് ചെയ്യാൻ പാടില്ല, പക്ഷെ എന്തായാലും അതിൻ്റെ ഒരു എന്താ പറയുക, ഇത് ചെയ്യും എന്നുള്ളൊരു ധൈര്യം വന്നുകൊണ്ടുള്ള അകത്ത് വരുന്ന ധൈര്യം അത്. യെസ്, അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ കമ്പേ. बट इट्स फन, लाइक इसमें थोड़ा अच्छा लग रहा है rather than putting AC and doing all that things. വീണ്ടും ഒരു കമ്പം കൂടി ഉണ്ട്. യെസ്, അടിപൊളി. സോ ഇതെല്ലാം കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒന്നിൻ്റെ ബാക്കിൽ ഒന്ന് ട്രയൽസ് വരുന്നു. അത് കാരണം എന്നുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് കൂടുകയാണ് നമുക്ക് വണ്ടിയുമായിട്ടുള്ള ഒരു എന്താ പറയുക റിലേഷൻ. അത് മാത്രമല്ല തന്നെ നമുക്ക് ഓഫ് റോഡ് ചെയ്ത് അത്രയും പ്രത്യേകിച്ച് അറിവില്ലെങ്കിൽ പോലും നമുക്ക് ഈ വണ്ടി ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചാൽ അത് കുറച്ചും കൂടി കുത്തനെ കയറ്റാണ്. അപ്പോൾ ഈ കയറ്റത്തിൽ നമുക്ക് അത്രയും ഇൻപുട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി ഇൻപുട്ട് കൊടുത്താലേ കയറുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചിറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കിതും ട്രൈ ഔട്ട് ചെയ്യാം. ഒരു ആവറേജ് ആക്ച്വലി വല്ലാതെ ചവിട്ടി കയറ്റാൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് വേണ്ട അനുസരിച്ച് കണ്ടോ ആ സ്ലിപ്പ് ഇങ്ങനെ അതനുസരിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടാണ് മുകളിലേക്ക് കയറും. ഇനി നമുക്കൊരു റൈറ്റിലേക്കൊരു തിരിവാണ്. ആക്ച്വലി ഇവിടെ നിർത്തി ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ആ ഒരു മൺതിട്ട കാരണം അത് ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞു. ഇനി വീണ്ടും ലെഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ കണ്ണാടി അടയ്ക്കണം, അല്ലെങ്കിൽ മേത്തൊക്കെ എന്തെങ്കിലും സംഭവിക്കും. കഴിഞ്ഞു. ഇനി ഇവിടുന്ന് താഴേക്ക്. സോ ഇങ്ങനെയാണ് സംഭവം. താഴേക്ക് നമ്മൾ പതുക്കെ എടുത്ത് और यहाँ से कहाँ जाना है? हाँ तो राइट जाके आएंगे ना, लेफ्ट जाना है. अच्छा फिर नीचे जाएंगे. സോ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മുമ്പത്തെ ഥാറിൽ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് തപ്പിയാലും കാര്യമില്ല, കാരണം പവർ വിൻഡോ സ്വിച്ച് ഇവിടെയായിരുന്നു. സോ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് പുതിയ ഥാറിൽ. സോ വൺ ടച്ചും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ പോലും മാനുവലിയാണ്. പക്ഷേ ഇപ്പോഴാണ് ഇത് ആക്ച്വലി ഒരു യൂസബിലിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്. സോ ഇതുപോലെ കുറേ മാറ്റങ്ങളുണ്ട്, ഞാൻ ഒന്നൊന്നായിട്ട് ഇതേ ഡ്രൈവിൽ തന്നെ പറഞ്ഞത്. സോ ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അറിയാം. അപ്പോൾ ഇത് ഞാൻ ഇത്രയും ചെയ്തത് 4 ലോയിലാണ്. സോ ഇനി നമ്മൾ 4 ലോയിൽ നിന്ന് മാറ്റിയിട്ട് ഡയറക്റ്റ് 2 ഹൈ പോകാൻ ഒന്ന് സ്പീഡിലാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പ്രസ് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ ന്യൂട്രലാണ്. ന്യൂട്രലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലൊരു മാറ്റം വന്നിട്ടില്ല. ഓക്കെ പ്രസ് അതിന് ശേഷം ഒന്നും കൂടി പ്രസ് ചെയ്ത് നമ്മൾ 2 ഹൈയിലേക്ക് എത്തിച്ചു. അപ്പോൾ ഞാൻ ഇതിനൊന്ന് സ്പീഡിൽ ഓടിച്ചു നോക്കാം. ഇത്രയും നേരം നമ്മളിത് ഫുൾ ചെയ്തത് 4 ലോയിലാണ്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് ഓടിക്കാം. സോ അങ്ങനെ സ്പീഡ് ഓടിക്കുമ്പോൾ ഓബിയസ്ലി സീറ്റ് ബെൽറ്റ്സ് എന്തായാലും ആക്റ്റീവ് ആവണം. അതാണ് എൻ്റെ രീതി. कैसे स्पॉट ऐसा है तो इस पे बैलेंस स्पीड हो जाएगा. ഓക്കെ നോക്കാം. സോ നമുക്ക് ഈ വണ്ടിയുടെ കുറച്ചൊന്ന് സ്പീഡിൽ ഓടിച്ച് നോക്കാം. വാ, അത് നമ്മൾ റാലിയൊക്കെ ഓടിക്കില്ലേ, ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ആ നീ ഡോണ്ട് വറി. ഈ നമുക്ക് കുറച്ച് സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്നത് കണ്ടോ, നമുക്ക് ശരിക്കും ഒരു റാലി ഓടിക്കുന്ന ഫീലാണ്. ഓക്കെ എന്നിട്ട് റൈറ്റ് സീതാ. നമ്മൾ വീണ്ടും ഹനുമാൻ ഗിയറിലേക്ക് പോകണം. ഇപ്പോൾ 4 ഹൈ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം, ന്യൂട്രൽ ആയി, ന്യൂട്രൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. സിമ്പിൾ. हो गया 4 लो. हाँ सो 4 ലൂടെ കാണിച്ചു. സോ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇത് കൂടി ഇറങ്ങി പോകാനുള്ള പരിപാടിയാണ്. വാ, കണ്ടാൽ വിചാരിക്കും ഭയങ്കര വലിയ കയറ്റാണ്, കയറില്ല എന്നൊക്കെ. ഒരു മരമുണ്ട്, അതാണ് ഏറ്റവും വലിയ കോമഡി. ആ മരത്തിൻ്റെ സൈഡിൽ കൂടി നമുക്ക് സൂപ്പറായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഇതിന് ഒരൊറ്റ പ്രശ്നത്തെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് തിരിയില്ല. അപ്പോൾ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിവേഴ്സിലും ഒരു പുതിയ ഫീച്ചർ ഉണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് നമുക്ക് ഥാറിൻ്റെ നോർമൽ വേർഷൻ്റെ അകത്ത് റിവേഴ്സ് ക്യാമറ വരാറില്ല. സോ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്, റിയറിൽ നമുക്ക് ആ ഒരു സെൻസേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ 360 കൂടി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗുണം ചെയ്തതിന്. പ്രത്യേകിച്ച് നമ്മളിന്ന് ഫുൾ ഓഫ് റോഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഹോപ്പ് ഉണ്ട്, ഒരു അപ്ഡേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമ്മൾ താഴേക്ക് ഇറങ്ങി പോവാണ്. യെസ്, തട്ടാതെ പോകുന്നുള്ള പ്രതീക്ഷ. തട്ടില്ല. ആൻഡ് വി ആർ ഗോയിങ് ഡൗൺ. ആൻഡ് നമ്മൾ ആ കമ്പ് കൂടി തിരിച്ചെടുക്കുകയാണ് മാക്സിമം. യെസ്. ഇനി ഈ കാണുന്ന വെള്ളത്തിൽ കൂടി വാസി ലെഫ്റ്റ് ലൈൻ അല്ലേ, സ്ട്രേറ്റ് റൈറ്റ്. ഓക്കെ, അപ്പോൾ നേരെ ഇതിൻ്റെ അകത്ത് കൂടി ആക്ച്വലി ഒരു പുഴ പോലത്തെ ഒരു ഫീലാണ്. കൂടി ഇറങ്ങുന്നു. വാ, വാ. ആക്ച്വലി ഭയങ്കര കേപ്പബിൾ ആട്ടോ, ടു ബി വെരി ഫ്രാങ്ക്. സോ ഇവിടെ വേറെ ഒന്നുമില്ല, സീറ്റ് ബെൽറ്റ് ശബ്ദം ഉണ്ടാവും, കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബേസിക്കലി ഇത് ഹമ്പാണ്. അപ്പോൾ അത് ഗംഭീരമായിട്ട് വണ്ടി ചാടി ചാടി പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ഫീലാണ്. വാ, ആക്ച്വലി അത്രയും ഏത് റഫ് ടെറൈൻ ആണെങ്കിലും എന്ത് കണ്ടീഷൻ ആണെങ്കിലും വണ്ടി കുറച്ച് വീതി ഉണ്ടായാൽ മതി, അത് മാത്രമേ ഇവിടെ നോക്കുള്ളൂ. ഇതിനകത്ത് വേറെ കാര്യം എന്താ വെച്ചാൽ ഞാൻ നന്നായിട്ട് വണ്ടി സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും ഈ ഒരു പുതിയ പെയിൻറ്റിൻ്റെ ഡ്യൂറബിലിറ്റി ഞാൻ ഉറപ്പായിട്ടും വണ്ടി നിർത്തിയതിൻ്റെ ശേഷം കൂടി കാണിച്ചു തരാം. യെസ്, ലൈക്ക് അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ,
റോൾ ഓവർ ആംഗിൾ ഇതൊക്കെ കാരണം താർ റോക്സിനെക്കാട്ടിലും അതിഗംഭീരമായിട്ട് നമുക്ക് നോർമൽ താറിൽ ഓഫ് റോഡ് ചെയ്യാൻ സാധിക്കും. സോ സ്റ്റിൽ നിങ്ങൾ OG താർ ഫാനാണെങ്കിൽ ഐ സീരിയസ്ലി റെക്കമെൻഡ് ദിസ് താർ റാദർ ദാൻ ഗോയിങ് ഫോർ റോക്സ്. പക്ഷേ വീട്ടിൽ നിർബന്ധമാണ്, ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ മാത്രം റോക്സിലേക്ക് പോയാൽ മതി. പക്ഷേ ഇത്രയും ഫണ്ട് നിങ്ങൾക്ക് ഒരിക്കലും താർ റോക്സിൽ കിട്ടില്ല. വാ സോ കുറേ ഓഫ് റോഡ് ചെയ്തപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ആ ബ്രേക്കിലാണ് ഞാൻ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ വന്ന് കുറച്ച് മാറ്റം കൂടി കാണിച്ചു തരാം. അപ്പോൾ താർ എന്നൊരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ ഈ ഒരു വാഹനത്തിന് ഫ്യൂൽ അടിക്കുമ്പോൾ നമുക്ക് ചാവി കൊടുത്തു വിടണം. ലൈക്ക് 800 സെയിം സംഭവം. സോ അത് കംപ്ലീറ്റ്ലി മാറിയിട്ട് ഇപ്പോൾ നമുക്ക് അകത്തൊരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സോ ഏറ്റവും നല്ല മാറ്റം ഈ ഒരു വാഹനത്തിനകത്ത് ഇതാണ്. ഇനി റിയറിലേക്ക് വരുമ്പോൾ അവിടെ മാറ്റങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ക്യാമറ വന്നിട്ടുണ്ട്. സോ ക്യാമറയുടെ പ്ലേസ്മെൻറ്റ് അധികം ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഊരി എടുക്കുമ്പോൾ ക്യാമറ നമുക്ക് എടുത്തതിന് ശേഷമാണ് ഇത് വെക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ വൈപ്പർ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ ആ ഒരു പ്രശ്നത്തിനും പരിഹാരം വന്നിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. പണ്ടിവിടെ വയറ് തൂങ്ങി കിടക്കുന്നതൊക്കെ ഭയങ്കര വൃത്തികേടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ ഞാൻ ഇതിൻ്റെ റിയറിൽ കാണിക്കുമ്പോൾ സീറ്റ്സിൽ വലിയ മാറ്റമില്ല, സ്പേസിൽ വലിയ മാറ്റമില്ല, സേഫ്റ്റി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് AC വെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റിയറിലിരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. USB-C ടൈപ്പ് ഉണ്ട്, 12 വോൾട്ടിൻ്റെ ചാർജർ ഉണ്ട്. ആ ഒരു ഹാൻഡ് റെസ്റ്റിന് ആക്ച്വലി നമുക്ക് നീക്കാൻ സാധിക്കും. ഇതാണ് വന്ന മാറ്റം. സ്പീക്കേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം അവിടെ തന്നെയാണ്. അവിടെ ഒരു മാറ്റം വന്നിട്ടില്ല. സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. ഇനി എൻ്റെ ഇത്രയും മാറിയപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഈ റിയറിലിരിക്കുന്ന ആൾക്കാർക്ക് കൈ വെക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ വീലിൻ്റെ ടണൽ വരുന്നുണ്ട്. സോ അവിടെ ഒരു എന്താ പറയുക ഹാൻഡ് റെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അത് ഇതിനകത്ത് വന്നിട്ടില്ല. സോ അതുകൂടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ എന്താ പറയുക എല്ലാ മാറ്റങ്ങളെല്ലാം താർ നമുക്ക് വിളിക്കാൻ പറ്റുന്നു. സോ അത് മാത്രമുള്ളൊരു പരാതി. ബാക്കി എല്ലാ കാര്യം കൊണ്ടും ഈ വാഹനം ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് വാങ്ങാനുള്ള ടെൻഡൻസി തോന്നിക്കും. താർ റീഡിഫൈൻഡ് ഇൻറ്റീരിയേഴ്സിൽ എന്തൊക്കെ റീഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്നൊന്നായിട്ട് പെട്ടെന്ന് പറയാം. ഫസ്റ്റ് ഈ ഡോർ തുറക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ബലം കൂടി പോലെ ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പവർ വിൻഡോ മക്കിൽ മെക്കാനിക്സ് ഒക്കെ ഇവിടെ വന്നു. അതുകൊണ്ട് കുറച്ചും കൂടി ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിന് 10 ഔട്ട് ഓഫ് 10 ഇത് അത്യാവശ്യമായിരുന്നു ഒരു താറിൽ. സോ അത് അടിപൊളിയായി. ഇനി നമ്മൾ സ്റ്റിയറിംഗിലൊക്കെ പുതിയ സ്റ്റിയറിംഗ് വീലുണ്ട്, മഹീന്ദ്ര പുതിയ ലോഗോ. പിന്നെ ഈ സ്റ്റിയറിംഗ് വീൽ മാറുമ്പോൾ തന്നെ സ്റ്റോക്സ് ഒക്കെ മാറിയിട്ടുണ്ട്. അത് കാരണം തന്നെ നമുക്ക് കൺട്രോൾസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. OG വണ്ടിയാണ്. എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് TFT അങ്ങനത്തെ സാധനമൊന്നും വന്നിട്ടില്ല. ലൈക്ക് താർ ഇറങ്ങിയപ്പോഴുള്ള സെയിം സംഭവങ്ങളാണ്. ഇതാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം. സോ അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. ഡാഷ്ബോർഡ് അവർ പറയുന്നത് കംപ്ലീറ്റ്ലി മാറിയിരുന്നു. ആക്ച്വലി കംപ്ലീറ്റ്ലി അല്ല മാറിയത്, ഇതെല്ലാം സെയിം തന്നെയാണ്. മാറിയത് ഇതിനകത്ത് വന്ന് 26.03 എൻ്റെ വരുന്ന സൈസ് വരുന്ന ഇൻഫോർടൈൻമെൻ്റ് ആണ്. സോ അതിനകത്ത് ഈ ഒരു സ്റ്റാറ്റിറ്റിക്സ്, അതായത് ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ ടെമ്പറേച്ചർ ലൈക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമാണ്. കാരണം അത് ഒരു 360 ഡിഗ്രി ക്യാമറ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റിയറിംഗ് ആംഗിളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സോ ഇത് വന്നത് നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നും എനിക്ക് വലിയ മാറ്റങ്ങൾ ആക്ച്വലി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വന്ന മാറ്റം എന്നുള്ളത് നമ്മൾ ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിനകത്ത് ഡെഡ് പെഡൽ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ഡെഡ് പെഡൽ ഉണ്ടായിരുന്നില്ല. സോ ഡെഡ് പെഡലിപ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക കംഫർട്ടബിൾ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഇനി ഈ ഭാഗത്ത് നമുക്ക് ഹാൻഡ് റെസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാൻ പറ്റും. ഇത് ആക്ച്വലി ഇത് വളരെ മിസ്സായിരുന്നു. അപ്പോൾ അതും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി സീറ്റിലും ബാക്കിയുള്ള ഇവിടെ ഒന്നും വലിയ മാറ്റമില്ല. ഇതെല്ലാം മാനുവൽ തന്നെയാണ്. പിന്നെ ഏറ്റവും നല്ല കാര്യം പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇൻഗ്രസ് ആൻഡ് എഗ്രസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ സ്പീക്കർ സിസ്റ്റം ബാക്കി എല്ലാ സാധനം മുകളിൽ തന്നെയാണ്. ഓബിയസ്ലി ഇതിന് നല്ല രീതിയിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യും, വെള്ളം കയറും, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും സംഭവിക്കാറാണ്. അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ റിയറിലെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു. അല്ലാത്ത രീതിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. സോ ഇതായിരുന്നു താർ റീഡിഫൈൻ ചെയ്തപ്പോൾ ഉള്ള മാറ്റങ്ങൾ. അപ്പോൾ താർ ലൈക്ക് ബൈ ചാൻസ് ഇപ്പോൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും കുറേ കാരണങ്ങൾ കൊണ്ട് എടുക്കാതിരിക്കുന്ന ആളുകൾക്ക് ഇത്രയും മാറ്റങ്ങൾ ഓക്കെ ആണോ എന്നുള്ള കൂടി കമൻറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ കുറേ പേരുണ്ട് ലൈക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് റോക്സ് പോയി എടുക്കുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനത്തെ ആൾക്കാർക്ക് വീണ്ടും ഇതിലേക്ക് വരാനുള്ള ഓപ്ഷൻ തോന്നുന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റേജും കൂടി എനിക്ക് ചെയ്യാണ്ട്. അതിനുശേഷം ഞാനൊരു പ്രോപ്പറായിട്ടുള്ള വേർഡിക്കിലെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇതൊന്നൊരു വിഷയമല്ല അല്ലേ? സത്യം പറഞ്ഞാൽ ഇതിന് എലിവേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾ ഓഫ് റോഡറാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആക്ച്വലി കോമഡി ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് സ്റ്റാറ്റിറ്റിക്സ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 19 ഡിഗ്രി താഴേക്ക് ഇറങ്ങാണ്. വണ്ടി ആക്ച്വലി റോൾ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ പവർ എങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. വണ്ടിയുടെ സ്റ്റിയറിംഗ് ഏത് ഭാഗത്താണെന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ 18 ഡിഗ്രിയായി, 23 ഡിഗ്രിയായി, 18 ഡിഗ്രിയായി. വാ, ഇനി നമുക്ക് വീണ്ടും മുകളിൽ കൂടി കയറിയിട്ട് ഒരു രസകരമായിട്ട് സംഭവം കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രത്യേകത ഞാൻ ഇവിടെ കാണിച്ചു തരാം. സോ രണ്ട് മറ്റേ ശരിക്കും പറഞ്ഞാൽ ടെലിഫോൺ പോസ്റ്റ് പോലത്തെ സംഭവമാണ്. ഇതിൻ്റെ മുകളിൽ കൂടി എങ്ങനെ താർ റോക്സ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നോക്കാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ വണ്ടിയുടെ അടി സ്ക്രാപ്പ് ആവും. സോ അടി സ്ക്രാപ്പ് ആവാതെ നമുക്ക് പോവാം.
യെസ്, മോശമല്ല. സോ എങ്ങനെയുണ്ട് താർ റീഡിഫൈൻഡ് മൊത്തത്തിൽ? അപ്പോൾ മെക്കാനിക്കലി മാറ്റങ്ങളില്ല, വലിയ ഒരു മാറ്റമില്ല, ചെറിയ മാറ്റങ്ങളാണ്. എന്തൊക്കെയാണ് അത്യാവശ്യം അത് മാത്രമേ മാറിയിട്ടുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ടിങ് വന്ന് നോക്കാം. ലൈക്ക് ഫ്രണ്ടിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം ആ വാഹനത്തിൻ്റെ ആ ലുക്കൊന്നും പോയിട്ടില്ല. കാരണം കുറേ പേർക്ക് ഈ വണ്ടി ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഫേസ് വെച്ചിട്ട് ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈപ്പർ വന്നിട്ട് അത് അത്യാവശ്യം ഒരു സംഭവമാണ്. അതുപോലെ സ്ഥിരമായി നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഫ്യൂൽ അടിക്കുമ്പോൾ നമുക്ക് അകത്ത് ചാവി എടുത്ത് കൊടുക്കണം. അപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിയറിൽ കുറച്ച് കേബിൾസും മറ്റു കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് റോഡിൻ്റെ കുറേ ഡാറ്റാസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്, അതും ഹെൽപ്ഫുള്ളാണ്. സ്റ്റിയറിംഗിൻ്റെ അകത്ത് കൺട്രോൾസും അതുപോലെ സ്റ്റോക്സും ഇതെല്ലാം പുതിയതാണ്. പക്ഷേ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സോ അതും ആ ഒരു OG ഫീൽ നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് ഡോർ എടുത്തു കഴിഞ്ഞാൽ ഡോർ പാഡിൻ്റെ അകത്താണ് ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഗ്ലാസ് താഴ്ത്താനും പൊക്കാനുള്ള ആ ഒരു സ്വിച്ച്. സോ അതും നല്ല കാര്യമാണ്. ഇനി റിയറിൽ നോക്കുകയാണെങ്കിൽ AC വെൻറ്റ് വന്നിട്ടുണ്ട്, USB-C വന്നിട്ടുണ്ട്, 12 വോൾട്ട് ചാർജർ വന്നിട്ടുണ്ട്. സോ മാറ്റങ്ങളെല്ലാം നല്ലതാണ്. പക്ഷേ ചില മാറ്റങ്ങൾ കുറച്ചുകൂടി ആവാമായിരുന്നു. ഇൻ ടേംസ് ഓഫ് റിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കൈ വെക്കാനുള്ളൊരു സംഭവം എന്തായാലും മിസ് ഔട്ട് ചെയ്യും. സോ അത് കുറച്ചും കൂടി റെഡിയാക്കാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രസ് എഗ്രസ് ലൈക്ക് പുറത്ത് പോകാനും അകത്ത് വരാനുള്ള ആ ഒരു സെയിം രീതി അതിൽ ചെറിയ മാറ്റം വരുത്തായിരുന്നു. കാരണം ആ സീറ്റിനെ കുറച്ചുകൂടി ഹൈ ആംഗിളിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻഗ്രസ് സൗകര്യത്തിലാക്കാമായിരുന്നു. സോ ഇതൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിനകത്ത് വന്ന മാറ്റങ്ങൾ. ഇനി എനിക്ക് തോന്നിയ കുറച്ച് മാറ്റങ്ങളോട് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ബേസിക്കലി വണ്ടിനകത്ത് ഇവർ പറഞ്ഞു ഇതിൻ്റെ ആ ഒരു സസ്പെൻഷനിൽ ഇതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ലെന്ന്. പക്ഷേ ഞാനൊന്ന് ഓഫ് റോഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിൽ ഓഫ് റോഡ് ചെയ്തപ്പോൾ ഇനി സ്പീഡായി ഓടിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ സസ്പെൻഷനിൽ എവിടെയോ ഒരു മാറ്റം ഫീൽ ചെയ്തു. അവരോട് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തു. ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ വണ്ടി ഓടിച്ചതിന് ശേഷം, അതായത് ഈ റീഡിഫൈൻ വേർഷൻ ഓടിച്ചതിന് ശേഷം നിങ്ങൾക്കത് ഫീൽ ചെയ്തോണം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആക്ച്വലി ഹൈഡ്രോളിക് ആണ്. പക്ഷേ ഈ ഹൈഡ്രോളിക്കിൻ്റെ അകത്തല്ലേ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നമുക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു. മറ്റേ ആകുമ്പോൾ ഒറ്റ കൈകൊണ്ട് നമുക്ക് തിരിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി പവർ ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിനകത്ത് എനിക്കത് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു വേർഡിക്റ്റ് ഓൺ ദിസ് ബൈ. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഒരു ഫാമിലിയിൽ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ അവിടെ നമുക്ക് താർ റോക്സ് ഉണ്ട്, അതിലേക്ക് പോകാം. പക്ഷേ നിങ്ങൾ സിംഗിളാണോ, നിങ്ങൾക്ക് ഇതുപോലെ അഡ്വഞ്ചറൊക്കെയാണ് താല്പര്യമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ വണ്ടിയെ സജസ്റ്റ് ചെയ്യും. നന്നായി ഈ വണ്ടിനകത്ത് ഓവർ മാറ്റങ്ങൾ വരാത്ത, കാരണം ഇത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സോ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ദാറ്റ് നിങ്ങൾ ഇതുപോലത്തെ വണ്ടി വാങ്ങോ ഇല്ലേ വേറെ ഏതെങ്കിലും ബ്രാൻഡിലേക്ക് പോകുന്നുള്ളൂ. സോ ഇതായിരുന്നു ഈ വണ്ടിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇതുവരെ ഓൾ തിങ്സ് ഓട്ടോ നിങ്ങൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ ആക്റ്റീവാണ് ഇൻസ്റ്റാഗ്രാമിൽ. സോ അവിടെയും ഈ വാഹനത്തിൻ്റെ റീൽസും വില കുറേ ഔട്ട് ഓഫ് ദ ബോക്സ് വീഡിയോസും കാണാൻ സാധിക്കും.